പ്രായഭേദമില്ലാതെ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര. അത് വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും മുടിയിൽ നിന്ന് ഇല്ലാതാക്കുന്ന ഒരടിപൊളി ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാൻ നിങ്ങൾ മറക്കല്ലേ. നമുക്ക് എന്തായാലും ആ ഒരു പാക്ക് തയ്യാറാക്കാം. നല്ല വൃത്തിയുള്ള ഒരു പാത്രം എടുക്കണം. ഇവിടെ ഞാൻ നമ്മുടെ പാക്ക് ഉണ്ടാക്കുന്നത് നോർമൽ ഹെയറിൻ്റെ അളവിനാണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ ലോങ് ഹെയർ ആണ് ചെയ്യുന്നതെങ്കിൽ അളവ് കൂട്ടിയെടുക്കാനായിട്ട് നോക്കണം. നമുക്ക് വേണ്ടത് ബീട്രൂട്ടിൻ്റെ ജ്യൂസോ അതല്ലെങ്കിൽ ബീട്രൂട്ട് പൗഡറാണ് വേണ്ടത്. ഇവിടെ ഞാൻ എടുക്കുന്ന ബീട്രൂട്ട് പൗഡർ എന്ന് പറയുന്നത് 1.5 ടേബിൾ സ്പൂണോളമാണ് ബീട്രൂട്ടിൻ്റെ പൗഡർ എടുക്കുന്നത്. അങ്ങനെ ബീട്രൂട്ട് പൗഡർ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ട് പൗഡർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ബീട്രൂട്ട് ജ്യൂസ് ചേർക്കാവുന്നതാണ്. നമ്മുടെ മുടിയിലെ നര പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ബീട്രൂട്ട് ജ്യൂസിൽ നിന്ന് സാധിക്കും. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇൻഡിഗോ പൗഡറാണ് ചേർക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂണോളം ഇൻഡിഗോ പൗഡർ ചേർക്കേണ്ടതാണ്. ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടിയിലുണ്ടാകുന്ന നര പൂർണ്ണമായിട്ടും മുടിയിൽ നിന്ന് ഇല്ലാതാക്കാനും മുടിയുടെ വളർച്ച കൂട്ടാനുമായിട്ട് നമ്മുടെ ഇൻഡിഗോ പൗഡറിൽ നിന്ന് സാധിക്കും. ഈ ഒരു ഇൻഡിഗോ പൗഡർ ഓൺലൈൻ വഴി അതല്ലെങ്കിൽ നമുക്ക് അങ്ങാടി ഷോപ്പിൽ നിന്നുമൊക്കെ മേടിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഹെന്ന പൗഡറാണ് വേണ്ടത്. ഹെന്ന പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ നോർമൽ ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുക്കുന്നത് 3 ടേബിൾ സ്പൂണോളമാണ് ഹെന്ന പൗഡർ ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മുടിയെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നെല്ലിക്ക ജ്യൂസ് ചേർക്കാം, അതല്ലെങ്കിൽ നെല്ലിക്ക പൗഡർ ചേർക്കാം. വിറ്റാമിൻ്റെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത്. അയണും വിറ്റാമിനും ചേർന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നെല്ലിക്ക പൊടി ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂണോളമാണ് നെല്ലിക്ക പൊടി ചേർക്കേണ്ടത്. അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തേയിലവെള്ളമാണ് വേണ്ടത്. തേയിലവെള്ളം ചേർത്ത് നല്ല പോലെ നമുക്കിത് മിക്സ് ആക്കി എടുക്കണം. കട്ട കെട്ടി കിടക്കാനായിട്ട് പാടില്ല. നല്ല പോലെ മിക്സ് ആക്കി നമ്മുടെ മുടിയിൽ തേച്ച് താഴെ പോകാത്ത ഒരു പരുവമുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ മിക്സ് ആക്കേണ്ടത്. ഈ ഒരു പാക്ക് നിങ്ങളുടെ മുടിയിലിടുന്ന സമയത്ത് എണ്ണയുടെ ഒരു അംശം പോലും മുടിയിൽ കാണാൻ പാടില്ല. ഇപ്പം നിങ്ങൾ ഇന്നാണ് ഇടണമെങ്കിൽ തലേ ദിവസം തന്നെ മുടി ഷാമ്പു ഉപയോഗിച്ച് കഴുകി ഡ്രൈ ആക്കി വെച്ചിട്ട് നിങ്ങൾ പിറ്റേ ദിവസമേ ഈ ഒരു പാക്ക് മുടിയിൽ തേക്കാൻ പാടുള്ളൂ. എണ്ണയുടെ അംശമുള്ള മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് മുടിയിൽ പിടിക്കില്ല, മുടി കറുക്കുക പോലും ചെയ്യില്ല. കുറച്ചും കൂടി എനിക്ക് തേയിലവെള്ളം വേണ്ടി വന്ന് കുറച്ചും കൂടി ഞാൻ ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് ചേർക്കുന്നത്. വിറ്റാമിൻ ഇയുടെ കുറവുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ മുടി വരാൻ കാരണമാകാറുണ്ട്. വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നിങ്ങളിപ്പം ഒരെണ്ണമാണ് ചേർക്കേണ്ടത്. ഇപ്പം നോർമൽ ഹെയറിനാണ് ഒരെണ്ണം ചേർത്തേക്കുന്നത്. ഇപ്പോൾ ലോങ് ഹെയറിനാണ് എടുക്കുന്നതെങ്കിൽ 2 എണ്ണമൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. കണ്ടോ, ഈ ഒരു പരുവം ഇതിലാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത് അപ്പോൾ തന്നെ ആ ഒരു പാക്ക് കറുപ്പായി മാറുന്നത് നിങ്ങൾ ലൈവായിട്ട് തന്നെ കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് മുടിയിൽ തേക്കാം. മുടിയിൽ തേക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഓയിലിൻ്റെ അംശം കാണാൻ പാടില്ല, അലർജി ഒന്നും നമുക്കുണ്ടാവില്ല. മുടിയിൽ നല്ല പോലെ കറുപ്പിക്കാൻ ഡൈ പാക്കോ ഒന്നും നിങ്ങൾ തേക്കാതെ ഇതൊന്ന് ചെയ്താൽ മതി. നിങ്ങളുടെ മുടി പൂർണ്ണമായിട്ടും കറുക്കുന്നത് വേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാം. എന്തായാലും സമയം കളയാതെ തന്നെ ഞാൻ ഈ ഒരു പാക്ക് മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് പോവുകയാണ്. എന്തുമാത്രം മുടിയിൽ നരയുണ്ടെന്ന് നിങ്ങൾ കണ്ടോ. ഈ ഒരു നരയുള്ള മുടിയിലാണ് ഞാൻ തേച്ച് പിടിപ്പിക്കുന്നത്. നല്ല പോലെ ഓയിലൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഈ ഒരു പാക്ക് മുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത്. കണ്ടോ, നല്ല പോലെ കറുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മുടിയിൽ തേച്ച് ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. മുടി കറുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നോക്കിയിട്ട് റിസൾട്ട് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ കൂട്ടുകാരെ മറക്കല്ലേ.